ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തു നല്ലവനാണെന്ന് സാക്ഷിക്കുവാൻ ദൈവം തന്ന അവസരത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അല്പസമയത്തെ ധ്യാനത്തിനായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ച് കേൾക്കാം. യേശുവോ ഒലിവുമലയിലേക്ക് പോയി. അതികാലത്ത് അവൻ പിന്നെയും ദേവാലയത്തിൽ ചെന്ന് ജനമൊക്കെയും അവൻ്റെ അടുക്കൽ വന്നു. അവൻ ഇരുന്ന് അവരെ ഉപദേശിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശാസ്ത്രിമാരും പരീശന്മാരും വ്യഭിചാരത്തിൽ പിടിച്ചിരുന്ന ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് നടുവിൽ നിർത്തി അവനോട്, ഗുരു, ഈ സ്ത്രീയെ വ്യഭിചാര കർമ്മത്തിൽ തന്നെ പിടിച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ളവരെ കല്ലെറിയണം എന്ന് മോശെ ന്യായപ്രമാണത്തിൽ ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു. നീ ഇവളെക്കുറിച്ച് എന്തു പറയുന്നു എന്ന് ചോദിച്ചു. ഇത് അവനെ കുറ്റം ചുമത്തുവാൻ സംഗതി കിട്ടേണ്ടതിന് അവനെ പരീക്ഷിച്ച് ചോദിച്ചതായിരുന്നു. യേശുവോ കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. അവർ അവനോട് ചോദിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ നിവർന്ന്, നിങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ ഒന്നാമത് കല്ലെറിയട്ടെ എന്ന് അവരോട് പറഞ്ഞു. പിന്നെയും കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. അവർ അത് കേട്ടിട്ട് മനസ്സാക്ഷിയുടെ ആക്ഷേപം ഹേതുവായി മൂത്തവരും ഇളയവരും ഓരോരുത്തനായി വിട്ടുപോയി. യേശു മാത്രവും നടുവിൽ നിൽക്കുന്ന സ്ത്രീയും ശേഷിച്ചു. യേശു നിവർന്ന് അവളോട്, സ്ത്രീയെ, അവർ എവിടെ? നിനക്ക് ആരും ശിക്ഷ വിധിച്ചില്ലയോ എന്ന് ചോദിച്ചതിന്, ഇല്ല കർത്താവേ എന്ന് അവൾ പറഞ്ഞു. ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, പോക, ഇനി പാപം ചെയ്യരുത് എന്ന് യേശു പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്കെല്ലാവർക്കും സുപരിചിതമായൊരു വേദഭാഗമാണിത്. യഹൂദ ന്യായപ്രമാണമനുസരിച്ച് വ്യഭിചാര കുറ്റം ചെയ്താൽ മരണശിക്ഷ അനുഭവിക്കണം. നിങ്ങൾ ഭവനത്തിൽ ചെല്ലുമ്പോൾ വായിച്ചു നോക്കണം. ആവർത്തന പുസ്തകം 12-ാം അധ്യായം മുതൽ 29 വരെയുള്ള അധ്യായങ്ങൾ വായിച്ചു നോക്കണം. അതുപോലെ ലേവ്യ പുസ്തകം 11-ാം അധ്യായം മുതൽ 27 വരെയുള്ള അധ്യായങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കണം. പഴയ നിയമകാലത്ത് കർശനമായ നിയമങ്ങളായിരുന്നു. യഹൂദ ന്യായപ്രമാണം അനുസരിച്ച് വ്യഭിചാര കുറ്റം ചെയ്താൽ കല്ലെറിഞ്ഞ് കൊല്ലണം. യഹൂദന്മാർക്ക് നല്ലവണ്ണം അറിയാം. പക്ഷേ അവർ ആ സ്ത്രീയെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരികയാണ്. അന്ന് യഹൂദന്മാർ ആരും യേശുവിനെ അംഗീകരിച്ചിട്ടില്ല. യേശു ന്യായകർത്താവല്ല. പിന്നെ എന്തിനാണ് കർത്താവിൻ്റെ മുമ്പിൽ ആ സ്ത്രീയെ കൊണ്ടുവന്നത്? വേറൊന്നുമല്ല, കർത്താവിനെ ഒന്ന് പരീക്ഷിക്കണം, കർത്താവിനെ ഒന്ന് കൊടുക്കണം. അതിനുവേണ്ടിയാണ് കർത്താവിനോട് ആ ചോദ്യം ചോദിച്ചത്. ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്ന് മോശെ ന്യായപ്രമാണത്തിൽ ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു. നീ ഇവളെക്കുറിച്ച് എന്തു പറയുന്നു എന്ന് ചോദിച്ചു. ഇതവനെ കുറ്റം ചുമത്തുവാൻ സംഗതി കിട്ടേണ്ടതിന് അവനെ പരീക്ഷിച്ച് ചോദിച്ചതായിരുന്നു. കർത്താവിന് എങ്ങനെയെങ്കിലും ഒന്ന് കൊടുക്കണം. ആ സ്ത്രീയെ കല്ലെറിഞ്ഞ് കൊല്ലണം എന്ന് അവർക്കറിയാം. പക്ഷെ എങ്ങനെയെങ്കിലും കർത്താവിനെ ഒന്ന് കൊടുക്കണം. അവിടെ മനുഷ്യർക്ക് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു, യഹൂദന്മാർക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു. കാരണം അന്ന് യെരുശലേം റോമാ ഭരണത്തിൻ്റെ കീഴിലാണ്. അന്ന് യഹൂദ ന്യായപ്രമാണം അനുസരിച്ച് വ്യഭിചാരം ചെയ്ത സ്ത്രീയെ കല്ലെറിഞ്ഞ് കൊല്ലണം എന്ന് കർത്താവ് പറഞ്ഞാൽ അത് റോമ നിയമത്തിനെതിരാവും. എന്നാൽ കല്ലെറിഞ്ഞ് കൊല്ലേണ്ട എന്ന് പറഞ്ഞാൽ അത് ന്യായപ്രമാണ ലംഘനമാവും. എങ്ങനെയെങ്കിലും കർത്താവിനെ ഒന്ന് കൊടുക്കണം. കർത്താവ് ഉണ്ട് എന്ന് പറഞ്ഞാലും അത് കുഴപ്പമാവും, ഇല്ല എന്ന് പറഞ്ഞാലും കുഴപ്പമാവും. യഹൂദന്മാർ അവിടെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു, എങ്ങനെയെങ്കിലും കർത്താവിനെ ഒന്ന് കൊടുക്കണമെന്ന്. അതുപോലെ അവിടെ പിശാചിനും ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. മഗ്ദലനക്കാരത്തി വ്യഭിചാരിണിയാണ്. വചനത്തിൽ പറയുന്നുണ്ട്, 7 ഭൂതം ബാധിച്ചവളാണ്. പാപം ചെയ്ത് പിടിക്കപ്പെട്ട് കല്ലെറിഞ്ഞ് കൊന്ന് നിത്യനരകത്തിലേക്ക് തള്ളിവിടണം. അതായിരുന്നു പിശാചിൻ്റെ പ്ലാൻ. എങ്ങനെയെങ്കിലും ഇവ പിടിക്കപ്പെട്ടു, വന്നു, അവളെ കല്ലെറിഞ്ഞ് കൊല്ലണം. അവൾ ഒരിക്കലും നിത്യരക്ഷയുടെ തുറമുഖത്തെത്തരുത്. പിശാച് അവകാശം പറഞ്ഞ് 7 ഭൂതങ്ങൾ ബാധിച്ച ആ സ്ത്രീ ഒരിക്കലും രക്ഷപ്പെടാതെ നിത്യനരകത്തിലേക്ക് പോകണം. അതായിരുന്നു പിശാചിൻ്റെ പ്ലാൻ. പക്ഷേ അവിടെ കർത്താവിന് വേറൊരു പ്ലാനായിരുന്നു. കർത്താവ് സർവ്വലോകത്തേക്കാളും വിലയുള്ള ആത്മാവിനെ നേടുവാനാണ് സ്വർഗം വിട്ട് ഈ ഭൂമിയിലേക്ക് വന്നത്. മഗ്ദലനക്കാരത്തി മറിയ അമ്മയുടെ ഉദരത്തിൽ ഉളവാകുന്നതിന് മുൻപേ കർത്താവ് അവളെ കണ്ടിരുന്നു. മനുഷ്യരുടെ പ്ലാനോ പിശാചിൻ്റെ പ്ലാനോ ഒന്നും അവിടെ നടപ്പായില്ല. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ ഒരു സുവിശേഷകയാക്കുക എന്നുള്ളതായിരുന്നു കർത്താവിൻ്റെ പദ്ധതി. ഞാനും ആലോചിക്കുകയായിരുന്നു,
ഏകദേശം 32 വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഒരു ഡിസംബർ 30-ാം തീയതിയാണ് ആദ്യമായി ഞാൻ യാതൊരു താല്പര്യമില്ലാതെ സുവിശേഷം കേൾക്കാൻ പോയത്. വിധവയായ എൻ്റെ സഹോദരിയും മോളും അവിടെ ഒരു സുവിശേഷത്തിലേക്ക് പോകുന്നു. ഇതുവരെ കേട്ടിട്ടില്ലാത്ത രംഗമായതുകൊണ്ട് അവരെ തനിച്ചു വിടാൻ പറ്റാത്തതുകൊണ്ട് ഞാനും പോയി. ഞാൻ നിന്നപോലെ ഓർക്കുന്നുണ്ട് എൻ്റെ അമ്മ പറഞ്ഞത്, മോനെ ചേച്ചിയുടെ കൈ വിടരുതെന്ന്. പക്ഷേ ആ സുവിശേഷ യോഗത്തിൽ ചെന്നു. ചേച്ചി സ്ത്രീകളിരിക്കുന്ന ഭാഗത്തേക്ക് പോയി. സൂചി കുത്താൻ സ്ഥലമില്ലാത്ത സ്ഥലത്ത് ഞാനും ഒരു കണക്കിന് ഞെരുങ്ങിയിരുന്നു. ഇരിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട്. ഞാൻ അല്പം പോലും ഒരു വചന ശുശ്രൂഷയും ശ്രദ്ധിച്ചില്ല. അവസാനം സമർപ്പണം എടുത്തു. പലരും കൈപൊക്കി. ഞാൻ താഴോട്ട് നോക്കിയിരുന്നു. അനേകർ സമർപ്പണം എടുത്തു. ഞാൻ പറഞ്ഞു കേട്ടു, എൻ്റെ ചേച്ചിയും അന്ന് കർത്താവ് യേശുവിനെ കണ്ടുമുട്ടി യേശുവിനെ സ്വന്തം കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചു. ഇനി ഈ രംഗത്തോട് ചേരണം തീരുമാനിച്ചു. ഞാനും ഒരു തീരുമാനമെടുത്തു, ഇനി ഒരിക്കലും ഈ രംഗത്തേക്ക് ഞാൻ ചേർന്ന് വരികയില്ല എന്ന്. എൻ്റെ സ്വദേശം മുളന്തുരുത്തിയാണ്. അറിയപ്പെടുന്ന ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. സമ്പന്നമായ ഒരു കുടുംബത്തിലാണ്. എനിക്ക് 6 സഹോദരിമാരും ഒരു ഇളയ സഹോദരനുണ്ട്. 8 പേരിൽ വലിയ കുടുംബം. നല്ല രീതിയിലെല്ലാം മുന്നോട്ട് പോകുന്ന അവസ്ഥയിലായിരുന്നു. എൻ്റെ കുടുംബത്തിലെല്ലാം തകർന്നു പോയത്. എൻ്റെ പിതാവ് ഒരു PWD കോൺട്രാക്ടറായിരുന്നു. സകലതും നഷ്ടപ്പെട്ടു പോയി. ഇപ്പോൾ മുൻപ് പറഞ്ഞ സഹോദരി പറഞ്ഞതുപോലെ എൻ്റെ പിതാവിനെ ഒരു പാപ്പരായി ഈ ചെണ്ടയെല്ലാം കൊട്ടി നാട്ടിൽ വന്ന് പരസ്യമായി പ്രഖ്യാപിച്ചു. ഞങ്ങളുടെ വീടെല്ലാം ലേലം ചെയ്തു പോയി. 8 പേരടക്കുന്ന വലിയ കുടുംബം എല്ലാം ഉണ്ടായിരുന്ന അവസ്ഥയിൽ നിന്ന് സകലതും നഷ്ടപ്പെട്ട അവസ്ഥയിലേക്ക് ഞങ്ങൾ വീണുപോയി. മുന്നോട്ട് നോക്കിയാൽ ശൂന്യത മാത്രം, കടബാധ്യതകളേറെ. വീട്ടിലൊരു വാഹനം വന്നു നിന്നാൽ ഞങ്ങളുടെ അമ്മയ്ക്ക് പേടിയാണ്. കാരണം ഏതെങ്കിലും കടം വാങ്ങിയവരോ ഇല്ലെങ്കിൽ ബാങ്കിൽ നിന്നെടുത്ത ലോൺ എടുത്ത ജപ്തി നോട്ടീസെങ്കിലും ആയിട്ട് ആരെങ്കിലും ആയിരിക്കും വരുന്നതെന്ന് നല്ല ഉറപ്പായിരുന്നു. പ്രിയമുള്ളവരെ, അങ്ങനെ വളരെ വലഞ്ഞു പോയ ഒരു കാലം. ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാത്തിനും ദാരിദ്ര്യമായിരുന്നു. പക്ഷേ കുടുംബത്തിൽ സമാധാനമുണ്ടായിരുന്നു. ഭക്ഷണത്തിന് ദാരിദ്ര്യമുണ്ടായിരുന്നു, വസ്ത്രത്തിന് ദാരിദ്ര്യമുണ്ടായിരുന്നു, സകലത്തിനും ദാരിദ്ര്യമുണ്ടായിരുന്നു. പക്ഷേ കുടുംബത്തിൽ പ്രാർത്ഥനയുണ്ടായിരുന്നു, കുടുംബത്തിൽ സമാധാനമുണ്ടായിരുന്നു, എല്ലാവരും തമ്മിൽ ഒരു സ്നേഹമുണ്ടായിരുന്നു. ഞങ്ങളുടെ കുടുംബം എന്ന് പറഞ്ഞാൽ അനേക ബന്ധനങ്ങളുള്ള ഒരു കുടുംബമായിരുന്നു. പിശാച് തകർത്തിട്ടിരുന്ന ഒരു കുടുംബം. എൻ്റെ കുടുംബത്തിൽ മദ്യപാനത്തിൻ്റെ ബന്ധനമുണ്ടായിരുന്നു, മയക്കുമരുന്നിൻ്റെ ബന്ധനമുണ്ടായിരുന്നു, പുകവലിയുടെ ബന്ധനമുണ്ടായിരുന്നു, മാനസിക രോഗത്തിൻ്റെ ബന്ധനമുണ്ടായിരുന്നു, മിശ്രവിവാഹങ്ങളുടെയും പ്രേമവിവാഹങ്ങളുടെയും ബന്ധനമുണ്ടായിരുന്നു, സകലവിധ വൃത്തികളുടെയും ബന്ധനമുണ്ടായിരുന്നു. ഇതെല്ലാം ഞങ്ങളുടെ പിതാക്കന്മാരുടെ തലമുറയിൽ നിന്ന് വന്ന് ഞങ്ങളുടെ തലമുറയും കഴിഞ്ഞ് അടുത്ത തലമുറയിലേക്ക് പോയിരിക്കുന്ന ബന്ധിക്കപ്പെട്ടിരുന്ന കുടുംബം. ഒരു രീതിയിലും രക്ഷപ്പെടാനോ ലോകപരമായി രക്ഷിക്കപ്പെടുവാനോ ആത്മീയമായി രക്ഷിക്കപ്പെടുവാനോ യാതൊരു സാധ്യതയും ഇല്ലാത്ത ഒരു കുടുംബം. ഞാൻ വചനം കേൾക്കാൻ വരുമ്പോൾ ഡിഗ്രി എല്ലാ വിഷയങ്ങളും തോറ്റ് ഒരിക്കലും മുന്നോട്ടൊരു വഴി കാണാതെ അടഞ്ഞിരിക്കുന്ന ഒരു സമയം. ഒരു യൗവനക്കാരന് യേശുക്രിസ്തുവിനെ പിടിക്കാൻ പറ്റിയ പ്രായം, പിടിക്കാൻ പറ്റിയ സമയം. പക്ഷേ ഞാൻ ആവശ്യക്കാരനായി പിടിക്കേണ്ട അന്ന് ഞാൻ എടുത്ത തീരുമാനം ഞാൻ ഈ രംഗത്തേക്ക് ഇല്ല എന്നുള്ളതായിരുന്നു. പക്ഷേ എൻ്റെ സഹോദരി പിന്നീട് പോയിരുന്നതുകൊണ്ട് എനിക്കും പോകേണ്ടതായിട്ട് വന്നു. അത്ഭുതകരമായി അനവധിയായ ഭൗതികമായ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു. ഒരു ഏകദേശം 3 മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് നല്ലൊരു ജോലി, ഡിഗ്രി തോറ്റിരിക്കുന്ന എനിക്ക് നല്ലൊരു ജോലി കിട്ടി. അതെന്നെ അല്പം ചിന്തിപ്പിച്ചു. വേറൊരു കാരണമില്ലെന്ന് എനിക്കറിയാം. ഞാൻ ഈ കൂട്ടായ്മയിൽ വന്നതുകൊണ്ട് ദൈവം ഒരു ഭൗതികമായ ഒരു അനുഗ്രഹം എൻ്റെ ജീവിതത്തിൽ തന്നതാണെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷെ ഞാൻ പിന്നീട് ചേർന്ന് വന്ന് കൂട്ടായ്മയ്ക്ക് മുടങ്ങാതെ വരുവാൻ തുടങ്ങി. പക്ഷേ പ്രിയമുള്ളവരെ, എനിക്കൊരു മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ആയിരുന്നു. കൂട്ടായ്മയിൽ വരുമ്പോൾ ഞാൻ ഏറ്റവും നല്ല കൂട്ടായ്മക്കാരനായി മുമ്പിലിരിക്കും. എൻ്റെ കൂട്ടുകാരുടെ ഇടയിൽ, നല്ല കൂട്ടുകാരുടെ ഇടയിൽ ഞാൻ ഏറ്റവും നല്ല കൂട്ടുകാരനായിരിക്കും. ഏറ്റവും നന്നായി ഞാൻ ജോലി ചെയ്യും. മദ്യപിക്കുന്ന കൂട്ടുകാരുടെ ഇടയിൽ ഞാൻ പയ്യെ അവരുടെ കൂടെ ചേരുവാൻ തുടങ്ങി. മദ്യപിക്കില്ലായിരുന്നു ആദ്യമൊന്നും. പിന്നീട് എൻ്റെ കുടുംബത്തെ തകർത്ത മദ്യപാനം എൻ്റെ ജീവിതത്തിലേക്ക് വന്നു. അങ്ങനെ പാപം ആരോഹണ ക്രമത്തിൽ പലവിധമായ പാപങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് വന്നു. ഞാൻ ദൈവത്തെ ഭയമില്ലാതെ, മനുഷ്യരെ ഭയമില്ലാതെ ഏകദേശം 10 വർഷക്കാലത്തോളം വചനം കേട്ടിട്ടും പാപമാണെന്ന് അറിഞ്ഞിട്ടും ഇത് തെറ്റാണ്, നിത്യനരകത്തിലേക്കാണ് പോകണമെന്ന് അറിഞ്ഞിട്ടും ഒരിക്കൽ പോലും ഞാൻ ആഗ്രഹിക്കാത്ത തിന്മ ചെയ്യുന്ന ഒരു കാലം 10 വർഷക്കാലത്തോളം. പക്ഷേ പ്രിയമുള്ളവർ, ഞാൻ ഈ കൂട്ടായ്മയിൽ വരുന്നത് മുടക്കിയില്ല. നിങ്ങൾ ആരെങ്കിലും ഇവിടെ വന്നിട്ട് അനുഭവങ്ങൾ കിട്ടാത്തവരുണ്ടോ? ഇതുവരെയും പാപത്തിന്മേൽ ജയം കിട്ടാത്തവരുണ്ടോ? നിങ്ങൾ കൂട്ടായ്മ മുടക്കരുത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യാപരിക്കുന്ന രംഗത്തോട് നിങ്ങൾ ചേർന്ന് നിന്നുള്ളൂ. പ്രിയമുള്ളവർ, 10 വർഷങ്ങൾക്ക് ശേഷമാണ് എൻ്റെ ജീവിതത്തിൽ കർത്താവ് എനിക്കൊരു മാനസാന്തരം തന്നത്. അതിനുശേഷം എൻ്റെ ജീവിതത്തിൽ അനവധിയായ അത്ഭുതങ്ങൾ ദൈവം തന്നു. പ്രിയമുള്ളവരെ, എൻ്റെ വിവാഹം നടന്നു. ഒരു ദൈവവേദന എനിക്ക് ജീവിതം
പങ്കാളിയായി കിട്ടി. വിദേശ രാജ്യത്ത് എനിക്ക് അർഹതയില്ലാത്തൊരു ജോലി ദൈവം തന്നു. വിവാഹത്തിന് ശേഷം കുഞ്ഞുങ്ങളില്ലായിരുന്ന ഞങ്ങളുടെ ജീവിതത്തിൽ വീണ്ടും ആഴത്തിലൊരു സമർപ്പണം എടുക്കുവാൻ, ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കി എല്ലാം തിരുത്തുവാൻ തന്നപ്പോൾ ദൈവം തികച്ചും നോർമലായി വൈദ്യശാസ്ത്രം കൈവിട്ട ഞങ്ങളുടെ ജീവിതത്തിൽ കുഞ്ഞുങ്ങൾ തന്നത്. എനിക്ക് 4 കുഞ്ഞുങ്ങളുണ്ട്. പിന്നെ ഞങ്ങളുടെ കുടുംബത്തിൽ നഷ്ടപ്പെട്ടതെല്ലാം ദൈവം തിരികെ തന്നു. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും എല്ലാം ദൈവം തന്നു. ദുബായിയുടെ ദേശത്ത് 10 വർഷങ്ങൾക്ക് മുൻപ് ഞാനൊരു ജോലി തേടിപ്പോയതാണ്. അവിടെയും തികച്ചും പ്രിയമുള്ളവരെ അത്ഭുതകരമായി ഞാൻ ആഗ്രഹിക്കാത്ത ഒരു ബിസിനസ് തുടങ്ങുവാൻ തക്കോണം ദൈവം വഴിയും വാതിലും എല്ലാം ഒരുക്കിയത് ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. ആ നാളുകളിലെല്ലാം ഞാൻ ഈ കൂട്ടായ്മയോടെല്ലാം ചേർന്ന് നിന്ന് പ്രിയമുള്ളവർ ഏറ്റവും സന്തോഷകരമായ ഒരു അനുഭവം, തികച്ചും തുള്ളിച്ചാടി നടന്നു വരുന്നിരുന്ന ഒരു കാലം അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് പലരും സാക്ഷ്യം പറഞ്ഞതുപോലെ 2020 കാലഘട്ടത്തിൽ കൂട്ടായ്മയിൽ പിശാച് കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചത്. പ്രിയമുള്ളവരെ, അതിനു മുൻപെല്ലാം ഞാൻ ഈ ദേവദാസൻ ഒരു പക്ഷേ വിദേശ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ കൂടെയായിരിക്കും താമസിച്ചത്. പലപ്പോഴെല്ലാം നമ്മുടെ യോഹന്നാൻ സാറിനോട് ചേർന്ന് നടക്കുവാൻ, ആത്മീയമായ മർമ്മങ്ങൾ പലതും കേൾക്കുവാനെല്ലാം എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഒരിക്കൽ യാദൃശ്ചികമായി ദേവദാസൻ പറഞ്ഞത് ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു. ഒരിക്കൽ പറഞ്ഞു, വചന സുവിശേഷം പ്രസംഗിക്കുന്ന ബ്രദർ PG വർഗീസ് യോഹന്നാൻ സാറിനെ ഒരിക്കൽ വിളിക്കുകയുണ്ടായി. സാറിനോട് പറഞ്ഞു അത്രേ, സാർ ആരോഗ്യത്തിലിരിക്കുമ്പോൾ, സുബോധത്തിലിരിക്കുമ്പോൾ കൂട്ടായ്മയുടെ കാര്യങ്ങളിലെല്ലാം നീക്കുപോക്ക് വരുന്നത്. വർഷങ്ങൾക്ക് മുൻപാണ് ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നതിന് മുൻപാണ് ഇത് എന്നോട് പറഞ്ഞത്. കൂട്ടായ്മയുടെ കാര്യങ്ങളിലെല്ലാം ഒരു നീക്കുപോക്ക് വരുത്തണമെന്ന് സാറ് പറഞ്ഞു. ഞാൻ ചില തീരുമാനങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. നമ്മുടെ കൂട്ടായ്മയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വൈദികൻ്റെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു, അദ്ദേഹത്തോട് ഞാനിതെല്ലാം പറഞ്ഞ് ഭരമേൽപ്പിച്ചിട്ടുണ്ട്. വേണ്ട സമയത്ത് അത് പറയുവാനായി ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് കൂട്ടായ്മയുടെ മുൻപന്തിയിൽ നിൽക്കുന്ന ചില ദൈവമക്കളുടെ ചില വ്യക്തികളുടെ പേര് പറഞ്ഞു. ജോൺ എന്നിട്ട് പറഞ്ഞു, ജോൺ സാറിനെയാണ് ഏൽപ്പിക്കുന്നതൊന്നും എന്നോട് പറഞ്ഞില്ല. പക്ഷെ പറഞ്ഞു, ജോൺ വിശ്വസ്തനാണ്, ഈ കൂട്ടായ്മയുടെ ഒരു അസറ്റാണ്. ഈ ജോൺ ഉയർന്നു വരുന്നതിൽ ആ 2 വ്യക്തികളുടെ പേര് പറഞ്ഞിട്ട് അവർക്കത് അംഗീകരിക്കാൻ പറ്റുന്നില്ല. അസൂയയാണ്. അവർക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് മനസ്സിലായിട്ടില്ല. പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാമെന്ന് വായിച്ച് സ്വർഗത്തിൽ പോകാമെന്നൊക്കെയാണ് അവർ ധരിച്ചിരിക്കുന്നത് എന്നോട് പറഞ്ഞു. പിന്നീട് ഈ സംഭവങ്ങളെല്ലാം നടന്നപ്പോൾ ഞാൻ വിചാരിക്കേണ്ടതാണ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇത് വർഷങ്ങൾക്ക് മുൻപേ ഇതെല്ലാം കണ്ടിരുന്നു. ഞാനതൊന്നും ആരോടും പറഞ്ഞില്ല. പ്രിയമുള്ളവരെ, നമുക്ക് വായിക്കാം 6-ാം വാക്യം. ഇത് അവനെ കുറ്റം ചുമത്തുവാൻ സംഗതി കിട്ടുന്ന അവനെ പരീക്ഷിച്ച് ചോദിച്ചതായിരുന്നു. യേശു ഒന്നും പറഞ്ഞില്ല. യേശു കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. അവർ പിന്നീടും അവനോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ നിവർന്നു. കർത്താവിനറിയാം പാപം ചെയ്തവളാണ്, കല്ലെറിയേണ്ടതാണ്. യേശു പെട്ടെന്ന് ഉത്തരമൊന്നും പറഞ്ഞില്ല. പിതാക്കന്മാർ പറയുന്നുണ്ട്, കുനിഞ്ഞ നിരത്ത് എഴുതിക്കൊണ്ടിരുന്നത് അവിടെ കല്ലെറിയാൻ വന്നവരുടെ പാപങ്ങളായിരുന്നു എന്ന് കർത്താവ് എഴുതിക്കൊണ്ടിരുന്നെന്ന് പറയുന്നുണ്ട്. കർത്താവ് പറഞ്ഞു, കല്ലെറിയാം, കുഴപ്പമില്ല. അത് വചന ന്യായപ്രമാണം അനുസരിച്ച് കല്ലെറിയേണ്ട കുറ്റമാണ് മഗ്ദലക്കാരത്തെ മറിയ ചെയ്തത്. കല്ലെറിയാം, പക്ഷേ നിങ്ങളിൽ പാപമില്ലാത്തവൻ ഒന്നാമത് കല്ലെറിയട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ആ മൂത്തവരും ഇളയവരും ഓരോരുത്തരായി മനസ്സാക്ഷിയുടെ ആക്ഷേപ നിമിത്തമായി ഓരോരുത്തരായി വിട്ടുപോയി. പ്രിയമുള്ളവരെ, എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ തിരിഞ്ഞു നോക്കണം. ഈ കൂട്ടായ്മയുടെ ഈ പ്രതിസന്ധികളെല്ലാം ഉണ്ടായപ്പോൾ എനിക്ക് വളരെ അമർഷമായിരുന്നു. എനിക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമായിരുന്നു അതെല്ലാം. ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ട്. ഘോരഘോരം ഈ പഴയ കൂട്ടായ്മയുടെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരാളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, 84 വയസ്സ് വരെ ദൈവത്തിന് വേണ്ടി ഓടിയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുള്ള ആ ദൈവദാസനെ നിങ്ങൾ വഞ്ചിച്ചില്ലേ എന്ന് ഞാൻ ചോദിച്ചു. വാർദ്ധക്യത്തിൻ്റെ അവസാന നാളുകളിൽ നിവൃത്തിയില്ലാതിരുന്നപ്പോൾ നിങ്ങൾ പറഞ്ഞു പറ്റിച്ചില്ലേ എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട്. നിങ്ങൾ എത്ര ആത്മാവിനെ നേടിയെന്നെല്ലാം ഞാൻ ചോദിച്ചുകൊണ്ട് എൻ്റെ മനസ്സിൽ കയ്പായിരുന്നു, എൻ്റെ മനസ്സിൽ പകയായിരുന്നു, എൻ്റെ മനസ്സിൽ വിദ്വേഷമായിരുന്നു. പ്രിയമുള്ളവരെ, ഞാനും കല്ലെറിഞ്ഞവനാണ്. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും അങ്ങനെ അനേകരെ കല്ലെറിഞ്ഞൊരിപ്പുണ്ടോ? ആരെങ്കിലും വേദനിപ്പിച്ചൊരിപ്പുണ്ടോ? ആർക്കെങ്കിലും എതിരെ കല്യാണം മുടക്കിയവരിപ്പുണ്ടോ? ആരുടെയെങ്കിലും പ്രമോഷൻ തടഞ്ഞവരിപ്പുണ്ടോ? അനേക കല്ലെറിഞ്ഞവരില്ലേ നമ്മൾ. എന്നാൽ കർത്താവ് പറയുകയാണ്, നിങ്ങളിൽ പാപമില്ലാത്തവൻ കല്ലെറിയട്ടെ എന്ന്. നമ്മൾ ഒരാളെപ്പറ്റി ഒരു അപവാദം പറയുമ്പോൾ, ഒരാളെപ്പറ്റി ഒരു കുറ്റം പറയുമ്പോൾ, പ്രിയമുള്ളവരെ, തിരിഞ്ഞു നോക്കണം. അതിന് തക്കവണ്ണം എൻ്റെ ജീവിതത്തിൽ എൻ്റെ കണ്ണിൽ വലിയ കോലിരിക്കുമ്പോൾ മറ്റുള്ളവരുടെ കണ്ണിലെ കരടെടുക്കുവാൻ നോക്കുന്ന അവസ്ഥ, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുവാൻ നമ്മളുടെ നാവ് ചലിക്കുമ്പോൾ ചിന്തിച്ച് നോക്കണം. നമ്മളുടെ ജീവിതത്തിൽ ദൈവം പിടിക്കപ്പെടാത്ത എത്രയോ പാപങ്ങളുണ്ട്. ആ പിടിക്കപ്പെട്ടിരുന്നെങ്കിൽ നമുക്ക് നീ സഭയുടെ മുമ്പാകെ വന്നിരിക്കാൻ പറ്റുമോ? ഞാനും ലജ്ജയോടെയാണ് ഇവിടെ നിൽക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ അത്
കർത്താവ് ഒന്ന് പിടിക്കപ്പെട്ടിരുന്നെങ്കിൽ ഞാനും കല്ലെറിഞ്ഞ് കൊല്ലേണ്ടവനല്ല, എൻ്റെ കൈയും കാലുകളും എല്ലാം വെട്ടിക്കളയേണ്ടതല്ലേ, എൻ്റെ കണ്ണ് ചൂഴ്ന്നെടുത്ത് കളയേണ്ടതല്ലായിരുന്നു. പിടിക്കപ്പെടാത്തൊരു പാപിയായതുകൊണ്ടല്ലേ കർത്താവെ ഞാനിവിടെ വന്നിരിക്കുന്നതെന്ന് ഞാനും ഓർക്കുകയാണ്. എത്രയോ പേർക്കെതിരെ ഞാനും പറഞ്ഞു. ഈ കൂട്ടായ്മയിൽ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരുന്നപ്പോൾ, കുടുംബത്തിലെല്ലാം സ്നേഹം കുറഞ്ഞു പോയപ്പോൾ ഞാൻ വളരെയധികം കൂട്ടായ്മയെ വെതിർത്തവനാണ്. ഞാൻ ആത്മീയ രംഗം തന്നെ വേണ്ട എന്ന് വെച്ച് ഈ ലോകത്തിലേക്ക് ഇറങ്ങിപ്പോയവനാണ്. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്കറിയാം ഇതെല്ലാം നന്നായി, ഈ പ്രശ്നങ്ങൾ ഉണ്ടായത് നന്നായി, ഈ ചീത്ത കേട്ടത് നന്നായി. ഇല്ല എങ്കിൽ ഒരിക്കൽ പോലും ഇങ്ങനെയൊരു പ്രശ്നങ്ങൾ ഉണ്ടായില്ലായിരുന്നുവെങ്കിൽ ഇന്നും എനിക്കറിയാം കൂട്ടായ്മയെ ഉയർത്തുന്ന ദൈവദാസന്മാരെ ഉയർത്തുന്ന യേശുക്രിസ്തുവിനെ തിരിച്ചറിയാത്ത ഒരു രംഗത്തോട് ചേർന്ന് നിൽക്കേണ്ടി വന്നോണ്ടേനെ. പ്രിയമുള്ളവരെ, നന്നായി ഈ അപവാദങ്ങൾ വന്നത് നന്നായി, എല്ലാ കഥകൾ പറഞ്ഞു പരത്തിയത് നന്നായി, ആർക്കും വഹിക്കുവാനോ സഹിക്കുവാനോ പറ്റാത്ത രീതിയിൽ ഈ ദൈവമക്കളെ പറ്റി പറഞ്ഞത് നന്നായി. കർത്താവായ യേശുക്രിസ്തുവിനെ കാണിച്ചു തരുന്ന ഒരു രംഗം തുടങ്ങുവാൻ, ആ രംഗത്തോട് ചേർന്ന് നിൽക്കുവാൻ ഭാഗ്യം കിട്ടിയല്ലോ. ഇത് നടന്നില്ലെങ്കിൽ എനിക്കറിയാം ഈ സംഭവങ്ങളൊന്നും നടന്നില്ലായിരുന്നെങ്കിൽ ഇതിൻ്റെ എല്ലാം മുൻപന്തിയിൽ ഞാനും ഒരുപക്ഷെ നിന്ന് ഞാനും പലരെയും കല്ലെറിഞ്ഞുകൊണ്ടേനെ. എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതി അതല്ലായിരുന്നു. ഈ ഒരു കൂട്ടായ്മ തുടങ്ങുവാൻ ഇത് ആവശ്യമായിരുന്നു എന്ന് ഞാൻ പറയും. ഇങ്ങനെയുള്ള നിന്ദകളും പഴികളും ദുഷികളും എല്ലാം ആവശ്യമായിരുന്നു എന്ന് ഞാൻ പറയും. ഇല്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു കൂട്ടായ്മ തുടങ്ങുവാൻ യാതൊരു സാധ്യതയുമില്ല. പ്രിയമുള്ളവരെ, ഇന്ന് ചുറ്റുപാട് നോക്കുമ്പോൾ ഞങ്ങൾക്കൊരിക്കലും ഈ കൂട്ടായ്മയ്ക്ക് ഒരിക്കലും നമ്മളെ നടത്തിയ ദേവദാസനെ ഞങ്ങൾക്ക് ആദരവാണ്, ഞങ്ങൾക്ക് ബഹുമാനമാണ്. ഒരിക്കലും ആ ദേവദാസനെ പറ്റി ഒരു കുറ്റവും പറയുവാൻ ഞങ്ങൾ തയ്യാറാവുകയില്ല. വഞ്ചിക്കപ്പെട്ടു പോയി എന്ന് ഞാൻ പറയും. പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ ദേവദാസൻ അതെല്ലാം ക്ഷമിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് അനേകർക്ക് ആ ദേവദാസൻ ഒരു വിഗ്രഹമാണ്, ചിലവർക്ക് ആ ദേവദാസൻ ഒരു വിഷയമെല്ലാം നിന്ദിക്കുന്നതാണ്. പക്ഷേ എനിക്ക് നല്ല ബഹുമാനമാണ്. എൻ്റെ ഓരോ വിഷയങ്ങളിലും ആലോചന പറഞ്ഞു തന്ന് ദൈവത്തെ കാണിച്ചു തന്ന എൻ്റെ ആത്മീയ പിതാവാണ്. നന്ദിയുണ്ട്. പ്രിയമുള്ളവരെ, യേശു മാത്രവും നടുവിൽ നിൽക്കുന്ന സ്ത്രീയും അവശേഷിച്ചു. യേശു നിവർന്നവളോട്, സ്ത്രീയെ, അവരെവിടെ? നിനക്ക് ആരും ശിക്ഷ വിധിച്ചില്ലയോ എന്ന് ചോദിച്ചതിന്, ഇല്ല കർത്താവേ എന്നവൾ പറഞ്ഞു, ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, പോക, ഇനി പാപം ചെയ്യരുത് എന്ന് പറയുന്നു. പ്രിയമുള്ളവരെ, കർത്താവിന് അതാണ് നമ്മളോട് പറയാനുള്ളത്. പാപം ചെയ്തവരായ ഇവിടെ വന്നിരിക്കുന്ന ആരെങ്കിലും പാപം ചെയ്യാത്തവരായിട്ടുണ്ടോ? പിടിക്കപ്പെടാത്ത പാപികൾ. പ്രിയമുള്ളവരെ, കർത്താവിനൊന്നു മാത്രമേ ഇന്ന് നമ്മൾ ഓരോരുത്തരോടും പറയുവാനുള്ളൂ. പോക, ഇനിമേൽ പാപം ചെയ്യരുത്. ഇതുവരെ വന്നത് വന്നു, പിടിക്കപ്പെട്ടോ പിടിക്കപ്പെട്ടില്ലയോ എന്നുള്ളതല്ല, ജീവിതത്തിൽ പാപം വന്നിട്ടുണ്ട്. പ്രിയമുള്ളവരെ, കർത്താവ് പറയുകയാണ്, ഇതുവരെ വന്നതെല്ലാം വന്നു, പക്ഷേ പോക, ഇനിമേൽ പാപം ചെയ്യരുത് എന്ന്. അങ്ങനെ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടേണ്ട, ലോകത്താരും അറിയപ്പെടാതെ ഒരു വ്യഭിചാരിണിയായി നശിച്ചു പോകേണ്ട മഗ്ദലക്കാരത്തി മറിയെ കർത്താവായ യേശുക്രിസ്തു ഒരു സുവിശേഷകയാക്കി മാറ്റി. ആ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹം, ആ മഗ്ദലക്കാരത്തിയെ മറിയെ നമ്മൾ പിന്നെ കാണുന്നത് യോഹന്നാൻ എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 25-ാം വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 25-ാം വാക്യം. യേശുവിന്റെ ക്രൂശിനരികെ അവന്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലെയോപ്പാവിന്റെ ഭാര്യ മറിയയും മഗ്ദലക്കാരത്തി മറിയയും നിന്നിരുന്നു. മഗ്ദലക്കാരത്തി മറിയയും നിന്നിരുന്നു. അനേകരെല്ലാം ഉപേക്ഷിച്ചു പോയി. അത്ഭുതങ്ങളും അടയാളങ്ങളും അനുഭവിച്ചവരും എല്ലാം ഉപേക്ഷിച്ചു പോയി. എന്നാൽ മഗ്ദലക്കാരത്തി മറിയ ആ ക്രൂശിന്റെ ചുവട്ടിലുണ്ടായിരുന്നു. 20-ാം അധ്യായം 1-ാം വാക്യം നമുക്ക് വായിക്കാം. ആഴ്ചവട്ടത്തിൽ 1-ാം നാൾ മഗ്ദലക്കാരത്തി മറിയ രാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറയ്ക്കൽ ചെന്ന് കല്ലറ വാതിൽക്കൽ നിന്ന് കല്ല് നീങ്ങിയിരിക്കുന്നു. ആദ്യം കല്ലറയ്ക്കൽ മഗ്ദലക്കാരത്തി മറിയ ചെല്ലുകയാണ്. പ്രിയമുള്ളവരെ, 20-ാം അധ്യായം 16-ാം വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. യേശു അവളോട് മറിയേ എന്ന് പറഞ്ഞു. അവൾ തിരിഞ്ഞ് എബ്രായ ഭാഷയിൽ റബ്ബൂനി എന്ന് പറഞ്ഞു. അതേ, ഉയർത്തെഴുന്നേറ്റ കർത്താവ് ആദ്യം സംസാരിക്കുന്ന വ്യക്തിയായി മഗ്ദലക്കാരത്തി മറിയ മാറി. യഹൂദന്മാർ കല്ലെറിഞ്ഞ് കൊല്ലേണ്ട മഗ്ദലക്കാരത്തി മറിയ ലോകം മുഴുവൻ അറിയുന്ന സുവിശേഷകയായി മാറി. പ്രിയമുള്ളവരെ, പാപത്താൽ നിറയപ്പെട്ട, പാപം ചെയ്ത് മാത്രം ശീലിച്ച നമ്മൾ ഓരോരുത്തരെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ വ്യാപരിക്കുന്ന ഈ രംഗത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നെങ്കിൽ കർത്താവ് യേശുക്രിസ്തുവിനൊരു പദ്ധതിയുണ്ട്. കർത്താവ് നമ്മളോട് ഓരോരുത്തരോടും പറയുകയാണ്, പോക, ഇനിമേൽ പാപം ചെയ്യരുത്. നമുക്ക് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ സത്യവചനം വഹിക്കുന്നവരായി നമ്മളാക്കിയിരിക്കുന്ന ദേശത്ത്, നമ്മളാക്കിയിരിക്കുന്ന കുടുംബം
കുടുംബത്ത് കഴിഞ്ഞ കാലങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഇനിയുള്ള കാലം യേശുക്രിസ്തുവിന് വേണ്ടി അനേകർ സ്വർഗം നിറയ്ക്കുന്ന ശുശ്രൂഷയുടെ ഭാഗമായി നമുക്ക് ചേർന്ന് നിൽക്കാം. ഞാനും തീരുമാനമെടുക്കുകയാണ്. എൻ്റെ യേശുവിൻ്റെ ഒരു സാക്ഷിയായി ആയുസിൻ്റെ അവസാനത്തോളം കർത്താവ് എന്നിൽ കണ്ടിരിക്കുന്ന വിശുദ്ധിയെയും വേലയും സ്തുതിയെയും ചേച്ച് അവൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ ഞാനും എന്നെ സമർപ്പിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയെ ചോദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവത്തിന് സ്തോത്രം.